മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഞാനിവിടെ രണ്ട് വീഡിയോകൾ കൊടുക്കാം. ഒന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നതും രണ്ടാമത് നമ്മുടെ തിരുവനന്തപുരം മേയറായിട്ടുള്ള വി രാജേഷ് പറയുന്നതുമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് രണ്ടും കേട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും. നേമത്തെ ജനത ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളത്. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം അങ്ങ് എടുത്തു പറയാം. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് പാട്ടും പാടി ജയിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ആദ്യം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് എന്താണ് എന്നൊന്ന് കേട്ടു നോക്കൂ. STPI എന്ന് പറയുന്നത് ISISന്റെ ഇന്ത്യയുടെ മറ്റൊരു രൂപമാണ്. പോലീസ് സ്വീകരിക്കുന്ന നടപടിയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനും കൊലപാതകം നടത്തിയവരെ രക്ഷിക്കാനുമാണ് STPI ഇപ്പോൾ ചില പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തുടർച്ചയായി പല സ്ഥലത്തും ആക്രമണങ്ങൾ നടത്താനാണ് അവർ ശ്രമിക്കുന്നത്. അവരെ പൂർണ്ണമായും ജനങ്ങൾ തിരസ്കരിക്കണം, ഒറ്റപ്പെടുത്തണം. നിങ്ങൾ കേട്ടില്ലേ? STPI എന്ന് പറയുന്നത് ISISന് സമമാണ്. ലോകം മൊത്തം നശിപ്പിക്കാൻ തീവ്രവാദവും പൊട്ടിത്തെറിയും ചാവേർ ആക്രമണവുമായിട്ട് നടക്കുന്ന ISISന് തുല്യമാണ് STPI എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് ശിവൻകുട്ടിക്ക് അവിടെ വോട്ട് ചെയ്യാൻ സാധിക്കോ? ആ STPIയുടെ വോട്ട് വാങ്ങാനും തയ്യാറായിട്ടല്ലേ ശിവൻകുട്ടി മുന്നോട്ട് പോകുന്നത്? ആ STPIയുടെ വോട്ട് പോലും വാങ്ങിയിട്ട് വിജയിക്കുന്നതിലപ്പുറം മാനക്കേട് ശിവൻകുട്ടിക്ക് വേറെ എന്തെങ്കിലും വരാനുണ്ടോ? ഇതൊക്കെ തന്നെ ചിന്തിക്കുന്ന നേമത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഈ സഖാവ് കോടിയേരി ബാലകൃഷ്ണനേക്ക് അംഗീകരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്യില്ല. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് STPI എന്നുള്ളത് രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികൾ പ്രഖ്യാപിച്ച ആ STPIക്ക് ബോധവും വിവേകവുമുള്ള ഏതെങ്കിലും ഒരു മലയാളിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ? ആ STPIയും LDF അതായത് CPM ഒക്കെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് അവിടെ ശിവൻകുട്ടിക്ക് വേണ്ടിയിട്ട് രംഗത്തെത്തിയത്. ഇതൊക്കെ തന്നെ സകലരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശിവൻകുട്ടിയൊക്കെ അവിടെ 8 നിലയിൽ പൊട്ടുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇനി ശബരിനാഥുമായി ബന്ധപ്പെട്ട് മേയർ വി രാജേഷ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു. 2 പ്രാവശ്യം ജയിച്ചില്ലേ? 2 തവണ ജയിച്ചില്ലേ? ആദ്യത്തെ വർഷം മൺമറഞ്ഞു പോയ ഒരു നേതാവിൻ്റെ കുറേ പ്രവർത്തനങ്ങൾ കൊണ്ട് ആൾക്കാരെ കുറേയൊക്കെ വാരി കൂട്ടിയിട്ട് ജയിച്ചു പോയി. പിതാവിൻ്റെ സ്മരണകൾ ഇറക്കി ജയിച്ചു പോയി. ആ ശബരിനാഥൻ എന്താ ഒരു തവണ തോറ്റപ്പങ്ങ് പോയത്? ഒരു തവണ തോറ്റിട്ട് ഈ നിയോജക മണ്ഡലത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഒരു തവണ തോറ്റിട്ട് ഈ നിയോജക മണ്ഡലത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ വേദന കേൾക്കാൻ വേണ്ടി, കണ്ണീരൊപ്പാൻ വേണ്ടി, പ്രസിഡന്റ് വന്നപ്പോൾ ഒപ്പം നിൽക്കാൻ വേണ്ടി ഒരു ദിവസവും വന്നിട്ടില്ല. നമ്മളൊക്കെ എത്ര കൊല്ലം തോറ്റവരാ? നമ്മളെപ്പോലെ തോറ്റവർ ഈ ലോകത്തുണ്ടോ? നമ്മളിവിടെ ഇല്ലേ? BJPയെ പോലെ തോറ്റവർ. ഞാനിപ്പോൾ മേയറായതിനു ശേഷം പല സ്ഥലങ്ങളിൽ പോകുമ്പോഴേക്കും ആദ്യമൊക്കെ മത്സരിച്ച് തോറ്റ ചില പ്രവർത്തകർ വന്നിട്ട്, ചേട്ടാ ഞാൻ മത്സരിച്ച് തോറ്റുപോയി. കണ്ണൂരൊക്കെ ഉള്ള പാവപ്പെട്ട ചില വീട്ടമ്മമാരൊക്കെയാണ്, അല്ലെങ്കിൽ ചില സഹോദരിമാരൊക്കെയാണ് എന്ന് പറഞ്ഞ് വലിയ വിഷമമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ യൂട്യൂബിൽ ഞാൻ മത്സരിച്ച് തിരഞ്ഞെടുപ്പ് എടുത്ത് നോക്കി, എന്നെപ്പോലെ തോറ്റ BJPക്കാരെങ്കിലും കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു. നമ്മളെപ്പോലെ തോറ്റ ആരെങ്കിലും ഉണ്ടോ? തോറ്റ് കഴിഞ്ഞാൽ വോട്ടൊരു 10-11 മണിക്ക് എണ്ണി തീർന്ന് നമ്മൾ തോറ്റു എന്നറിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി നമ്മൾ 11 മണിക്ക് വീണ്ടും ഇറങ്ങിയ ജനം. അങ്ങനെയല്ലേ എത്ര വർഷം കൊണ്ട്? നിങ്ങൾ കേട്ടില്ലേ എത്ര സുന്ദരമായിട്ടാണ് BJPയുടെ പൊളിറ്റിക്സ് കൃത്യമായിട്ട് വി രാജേഷ് ഉയർത്തിപ്പിടിക്കുന്നത്. ആദ്യമേ തന്നെ ശബരിനാഥ് എങ്ങനെ ഏത് രീതിയിൽ എന്നുള്ളത് എടുത്തു പറഞ്ഞിരിക്കുന്നു. ശബരിനാഥ് അരുവിക്കര മണ്ഡലത്തിൽ പൊട്ടിയതിനു ശേഷം ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ശബരിനാഥ് എന്താണ് എന്നുള്ളത് അരുവിക്കരയും എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതിന്റെ ഒരു കൃത്യമായ ഒരു കണക്ക് ഞാനെന്ന് ഇവിടെ നിരത്താം. അതായത് 2016 ഈ പറയുന്ന ശബരിനാഥ് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണോ എന്നറിയോ ഈ അരുവിക്കര ജയിച്ചിട്ടുള്ളത്? അതായത് 21,314 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അരുവിക്കരയില് ശബരിനാഥ് അന്ന് ജയിക്കുന്നത്. ആ ശബരിനാഥ് 2021 എത്ര വോട്ടിന്റെ എത്രത്തോളമാണ് പരാജയം ഏറ്റുവാങ്ങിയത് എന്നതിന്റെ കണക്ക് നിങ്ങൾ കേൾക്കണം. അതായത് 2021 ഇതേ ശബരിനാഥ് 2016 20,000-ലധികം വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിച്ച ശബരിനാഥ് 2021 5000 വോട്ടിന്റെ പരാജയം
LDF സ്ഥാനാർത്ഥി അവിടെ 5000 വോട്ടിന്റെ 5046 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുക. 20,000-ലധികം വോട്ട് നേടി ജയിച്ച ഒരാളെ പിന്നീട് 5000-ലധികം വോട്ടിന് പരാജയപ്പെടെ LDFന്റെ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷ കണക്ക്. അപ്പൊ അരുവിക്കരയിലെ ജനത എത്രത്തോളം ഈ ശബരിനാഥ് ഒരു പരാജയമാണ് എന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു. ഒന്ന് തിരിഞ്ഞു പോലും MLA ആയിട്ട് നോക്കാഞ്ഞിട്ടായിരിക്കില്ലേ 21,000-ലധികം വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു MLA പിന്നീടുള്ള ഒരു മത്സരത്തിൽ 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്നതും ഈ പറയുന്ന ശബരിനാഥ് അവിടെ പരാജയപ്പെടുന്നതൊക്കെ അരുവിക്കരയിലെ ജനത കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശബരിനാഥ് ആരാണ്, എന്താണ്, ഏതാണ്, എത്രത്തോളം പരാജയമാണ് എന്നുള്ളത്. ആ ശബരിനാഥാണ് അരുവിക്കരയിലെ ജനത കോൺഗ്രസ്സുകാരുൾപ്പെടെ ഓടിച്ചിട്ടായിരിക്കില്ല 21,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ളൊരു MLA പിന്നീട് മത്സരിക്കുമ്പോ 8 നിലയിൽ പൊട്ടുന്നത്. ആ അരുവിക്കരയിൽ നിന്ന് ഓടിയിട്ടാണ് ഇപ്പോ നേമത്ത് വന്ന് മത്സരിക്കുന്നത്. ഈ കണക്കൊക്കെ കേൾക്കുമ്പോൾ തന്നെ നേമത്തെ ജനത കൃത്യമായിട്ട് തിരിച്ചറിയും. ഈ പറയുന്ന ശബരിനാഥ് എത്രത്തോളം പരാജയമാണ്. ജയിച്ചു കഴിഞ്ഞാൽ നേമത്തേക്കൊന്നും തിരിഞ്ഞു നോക്കില്ല. ഇവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. VV രാജേഷ് എടുത്തു പറയുന്നു അരുവിക്കരയിൽ പരാജയപ്പെട്ടു, അത് ജനവിധി. അത് തിരിച്ചറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ പറയുന്ന അരുവിക്കരയിൽ പിന്നീട് ഈ പറയുന്ന ശബരിനാഥിനെ കാണാതിരിക്കുന്നത്, അവിടേക്ക് തിരിഞ്ഞു നോക്കാത്തത് എന്തുകൊണ്ടാ? അവിടെയാണ് കൃത്യമായിട്ട് VV രാജേഷ് BJPയുടെ പൊളിറ്റിക്സ് എടുത്തുയർത്തി പറയുന്നത്. ഞങ്ങൾ എത്ര തവണ തോറ്റു, ഞങ്ങളെപ്പോലെ തോറ്റവർ ലോക ചരിത്രത്തിലുണ്ടോ എന്ന കൃത്യമായിട്ട് VV രാജേഷ് എടുത്ത് ചോദിക്കുന്നത്. എത്ര സുന്ദരമായിട്ടാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ആ പരാജയം ഏറ്റുവാങ്ങും, ഞങ്ങൾ പിന്നീട് വീട്ടിൽ പോയിട്ടൊന്ന് കുളിച്ചൊരുങ്ങിയാൽ ഞങ്ങൾ വീണ്ടും പൊതുമണ്ഡലത്തിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങുക, ഞങ്ങൾക്ക് ആ പരാജയത്തിന്റെ നിരാശയില്ല, പകരം ഞങ്ങൾ വീണ്ടും പണിയെടുക്കാൻ ഈ രംഗത്തേക്ക് ഇറങ്ങുക. ഇതിൽ കൃത്യമായിട്ടൊരു സന്ദേശം VV രാജേഷ് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളെ വിജയിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്. സാധാരണ ജനങ്ങളോട് പറയാ, ഇത് വെറുതെ പറയുന്നതല്ല. നിരന്തരം തോൽവികളിലൂടെ ഇന്ന് അദ്ദേഹം വിജയിച്ച് ഇന്ന് തിരുവനന്തപുരത്തെ മേയർ ആ കാലത്തെ, അതായത് അദ്ദേഹമൊക്കെ എത്ര തോറ്റിട്ടും പിന്നീടും ജനങ്ങൾക്കൊപ്പം നിന്നതുകൊണ്ടാ VV രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകളെ വിജയിപ്പിക്കുന്നത്. അപ്പൊ ജനങ്ങൾക്കൊപ്പം BJP നിൽക്കും എന്നുള്ളത് കേരളത്തിൽ മറ്റേത് മണ്ഡലത്തെക്കാൾ സുന്ദരമായിട്ട് നേമത്തെ ജനതയും തിരുവനന്തപുരത്തെ ജില്ലയിൽ ഉടനീളം ജനങ്ങളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. അപ്പൊ അതിന്റെയൊക്കെ ഒരു റിസൾട്ട് വലിയ രീതിയിലാണ് നേമത്ത് ഉണ്ടാവാൻ പോകുന്നത്. കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇന്ന് BJP ആണ്. കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് നേമം. സുന്ദരമായിട്ട് അവിടെ രാജീവ് ചന്ദ്രശേഖർ 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.